അതായത് ഒരു ദിവസം രാത്രി കാപ്പിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഡ്രസ്സ് വാഷ് ചെയ്യും. ഡ്രസ്സ് വാഷ് ചെയ്ത് മുകളിൽ കൊണ്ടുപോയി തോരയിടാണ് ചെയ്യാറ്. അന്നത്തെ ദിവസം അന്നേ തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തോരയിട്ടിട്ട് കീഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കാലിൻ്റെ കുഴ തെറ്റിയെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അവിടെ ഇരുന്നു. കാരണം എനിക്ക് ധൈര്യമില്ല, സ്വയം പിടിച്ചിടാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒരു ധൈര്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കീഴോട്ടിറങ്ങി. കീഴോട്ടിറങ്ങാന്ന് പറഞ്ഞാണെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല, നല്ല വേദനയുണ്ട്. അങ്ങനെ വന്ന് പിന്നെ ഇരുന്ന് കഴിഞ്ഞ് നമുക്ക് മനസ്സിലായി കുഴ തെറ്റിയതല്ല എന്നുള്ളത് മനസ്സിലായി. എണീറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എണീറ്റ് നിന്നത്. ഇവിടെ ഫ്ലാറ്റിലൊന്നും ഒരാളില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് സ്പ്രേ അടിച്ച് കിടന്നു. കാരണം നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. പിന്നെ മുകളിൽ വീണ് കിടക്കുമ്പോൾ ആരും വിളിക്കാനുള്ള സൗകര്യവും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കാലത്ത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീരുണ്ട്, വേദനയുണ്ട്, നല്ല വേദനയുണ്ട്. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് സ്കാൻ ചെയ്തു. അവർ പറഞ്ഞു നീരിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ തന്നു. ആ ടാബ്ലറ്റ്സ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ നീര് കുറഞ്ഞു. വീണ്ടും ഞാൻ കാപ്പിക്ക് ഇറങ്ങി. വീണ്ടും ഈ പറഞ്ഞ പോലെ പ്രശ്നമായി. വീണ്ടും എന്താ പറയുക, കാലിന് ഈ പറഞ്ഞ പോലെ പ്രോബ്ലം കാര്യങ്ങൾ, വീണ്ടും വേദന കാര്യങ്ങൾ, കാപ്പിക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. നടക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ സൈക്കിൾ ചവിട്ടുമ്പോൾ നല്ല സ്ട്രെയിനാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു മാസമായിട്ട് ഈ കാലിൻ്റെ പ്രശ്നം ഈ പറഞ്ഞ പോലെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഇന്നലെയാണ് ഞാനൊരു ആയുർവേദ ഡോക്ടറെ കണ്ടത്. അപ്പോൾ ആൾ പറഞ്ഞ ചെറിയ ഞരമ്പുകൾക്ക് ഉണ്ട്, അതായത് കട്ടിയുള്ള ഞരമ്പുകളല്ല, ചെറിയ ഞരമ്പുകൾക്ക് ചെറിയ ഡാമേജ് ഉണ്ട്. അപ്പോൾ ഇനി 4 ദിവസം എന്തായാലും റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു മാസമായിട്ട് വേദന മാറുന്നില്ല. അതായത് സ്ട്രെയിൻ കൊടുക്കുമ്പോൾ വേദന വരെയാണ്. നീര് ഓരോ ഭാഗത്തേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇതുവരെ അങ്ങനെ റെസ്റ്റ് ചെയ്തിട്ടുള്ള ശീലമില്ല. അതായത് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ശീലമില്ല. മനസ്സിലെന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വ്യായാമം ചെയ്യും, നല്ല ഫുഡ് കഴിക്കും, പിന്നെ പരമാവധി ടൈം വർക്ക് ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൻ്റെ വേദന മാറ്റാനായിട്ട് ഞാൻ കണ്ടെത്തുന്ന മാർഗങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുക, അവരെ വിളിക്കുക, ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിന് എന്തെങ്കിലും പെയിനോ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തത്. പക്ഷെ കാലിന് വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ എക്സസൈസ് നടക്കുന്നില്ല, പല കാര്യങ്ങളും നടക്കുന്നില്ല. പക്ഷേ യൂട്യൂബിൻ്റെ കാര്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യൂട്യൂബ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഹാപ്പിയാണ് സീരിയസ്ലി. അപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നടക്കുമ്പോൾ കുഴപ്പമില്ല, സൈക്കിൾ ചവിട്ടുമ്പോഴാണ് പ്രശ്നമുള്ളത്. അപ്പോൾ പരമാവധി നടന്ന് പോയി ബാൻ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇരിക്കും, പിന്നെ വീണ്ടും ഷൂട്ട് ചെയ്യും. ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാപ്പിക്കോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇനി എന്തായാലും ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാപ്പിക്ക് ഇറങ്ങും. അപ്പോൾ ഓക്കെ, ബൈ.